ചർച്ചയൊക്കെ നടന്നവർ രാവിലെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയാണോ? എന്താ പ്രത്യേകിച്ച് ഈ പാട്ട്? യഹൂദരെ കുറിച്ചുള്ള പാട്ടല്ലേ? യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരിൻ രാവിൽ ദൈവപുത്രൻ പിറന്നത് യഹൂദിയായിലാണ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ നാട്ടിൽ. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണേ, യഹൂദന്മാരുടെ നാട് അല്ലെങ്കിൽ സോളമൻ രാജാവ് ഭരിച്ചിരുന്ന നാട് ഓർക്കുന്നില്ലേ? അതെ. അവിടെ വെച്ച് ഞാൻ നിൻ്റെ പ്രണയം തരും എന്നൊക്കെ പറയുന്ന ആ മനോഹരമായ ഉത്തമഗീതത്തിലെ വരികൾ. അപ്പോൾ യഹൂദിയ എന്ന് പറയുന്ന പഴയ ലബനൻ, സിറിയ, ജെറുസലേം ഇതൊക്കെ യഹൂദന്മാരുടെയും ക്രൈസ്തവരുടെയും പുണ്യഭൂമികളായിരുന്നു. അവിടെയൊക്കെ ഇന്ന് എന്താ അവസ്ഥ? അവിടെയൊക്കെ ഇന്ന് ഇപ്പോൾ തീമഴ പെയ്യുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ബൈബിൾ വചനമുണ്ട്, ലബനോനെ നിൻ്റെ വാതിലുകൾ തുറക്കുക, അഗ്നി നിൻ്റെ ദേവദാരുക്കളെ വിഴുങ്ങട്ടെ. സക്രിയ 11:1. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ ബൈബിളുമായി കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ ഭയങ്കര കൗതുകരമാണ്. അന്നേ പ്രവചിക്കപ്പെട്ടതുപോലെ ലബനോണിനെ ഇപ്പോൾ തീ വിഴുങ്ങുകയാണ്. ദൈവത്തിൻ്റെ മക്കളെ ആട്ടിപ്പായിച്ച് അവിടെ ആസുര ശക്തികൾ, ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ, ലബനൻ, സിറിയ, അങ്ങനെ ബൈബിളുമായി ബന്ധപ്പെട്ട് യഹൂദരും ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട മുഴുവൻ നാടുകളും പിടിച്ചെടുത്തു. അപ്പോൾ ഇപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമി തേടി അലഞ്ഞ ഒരു ജനത അവർക്കൊരു രാജ്യമുണ്ടാക്കി അവിടെ വന്ന് വസിച്ചപ്പോൾ ആ നാടവർ പണം കൊടുത്ത് വാങ്ങിയതാണ്. എന്നിട്ട് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ജനതയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ഇസ്രായേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആർക്കും ജയിക്കാൻ കഴിയാത്തവൻ എന്നാണ്. കാരണം ദൈവം അനുഗ്രഹിച്ച ജനതയാണ് ഇസ്രായേൽ. അവരെ ആട്ടിപ്പായിച്ച് ലോകത്തെമ്പാടും ആട്ടിപ്പായിച്ചു. ഒടുവിൽ അവരുടെ പണം കൊണ്ടൊരു നാട് വിലയ്ക്ക് വാങ്ങി അവിടെ അധ്വാനിച്ച് അവരുടെ ജീവിതം അവിടെ കരുപിടിപ്പിക്കുമ്പോൾ അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല. എപ്പോൾ നാലു ചുറ്റുമുള്ള ശത്രുക്കൾ അവരെ ആക്രമിച്ചു. പക്ഷേ ആ ആക്രമണത്തിലൊക്കെ അവർ ജയിച്ചു. അങ്ങനെ അവർ സിറിയയുടെ പക്കൽ നിന്ന്, പഴയ വാഗ്ദത്ത ഭൂമിയാണ്, ദൈവത്തിൻ്റെ രാജ്യമാണ്, ക്രിസ്ത്യാനികളുടെ നാടായിരുന്ന സിറിയ പോയി. ആ സിറിയ ഭീകരവാദികൾ ഭരണം ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ മക്കളുടെ രാജ്യമായി ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേൽ ജയിച്ചു. സിറിയയുടെ ഗോലാൻ കുന്നുകൾ ഇസ്രായേൽ പിടിച്ചെടുത്തു. ജോർദാൻ ആക്രമിച്ചു. ജോർദാൻ്റെ ഗലീൽ പിടിച്ചെടുത്തു. ഈജിപ്ത് ആക്രമിച്ചു. ഗസയും സിനായിയും പിന്നീട് ഇസ്രായേലിൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കേണ്ടി വന്നു അല്ലേ? ഇപ്പോൾ ഗസ ഉഴുതുമറിക്കുകയാണ് ഇസ്രായേൽ, ജീവിക്കാൻ വേണ്ടിയുള്ള യുദ്ധം അല്ലേ? ഇപ്പോൾ ഇന്നലെ നെതന്യാഹുവിൻ്റെ ഒരു പ്രസിദ്ധമായ പ്രസംഗം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സും ഇസ്രായേലി മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മുടെ പത്രങ്ങളിലൊന്നും വരില്ല, നമ്മുടെ ചാനലിലൊന്നും വരത്തില്ല. അതിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾക്ക് നേരെ ഒരു ഭീഷണി വരാൻ ഞങ്ങൾ കാത്തു നിൽക്കില്ല, അതിനു മുമ്പേ ആ പത്തി ഞങ്ങൾ അടിച്ചു തകർക്കും. അപ്പോൾ ഒന്ന് എതിർക്കാൻ ആലോചിച്ചാൽ മതി, ആലോചിക്കും മുമ്പേ നിൻ്റെ തലയടിച്ച് തകർക്കും. അതാണ് ഇസ്രായേൽ എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോൾ ഒരു രാജ്യത്തോട് കൂറുള്ള, നമ്മളും ദേശാഭിമാനമുള്ള, നമ്മുടെ നാഷണലിസ്റ്റുകൾ, അതുകൊണ്ടാണ് നമുക്കും അഭിമാനം തോന്നും, ആവേശം തോന്നും, നമ്മുടെ രക്തം തിളയ്ക്കും. കാരണം ഒരു ജനത സഹിക്കാവുന്നതിൻ്റെ അപ്പുറം സഹിച്ചു. എന്നിട്ടും നാലു ചുറ്റും കിടന്ന് വളഞ്ഞാക്രമിക്കുമ്പോൾ അവർക്ക് വേറെ വഴിയില്ല. അവരാലോചിക്കും മുമ്പ് അടിച്ചമർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ലബനോണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലബനോൺ സുഗന്ധദ്രവ്യങ്ങളുടെ രാജ്യമാണ് അല്ലേ? ലബനോണിൽ നിന്നുള്ള വിശിഷ്ട വസ്തുക്കളെക്കുറിച്ച് ബൈബിളിലും ബൈബിൾ കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ക്രൈസ്തവരുണ്ട്, ഏതാണ്ട് 40-30% അടുത്ത് ക്രിസ്ത്യാനികളുണ്ടെന്ന് പറയും. പക്ഷേ അവരൊരു ജസിയ കൊടുത്ത് ജീവിക്കുന്ന അടിമ ജനങ്ങളായി കഴിയുകയാണ്. ഹിസ്ബുള്ള വന്നിട്ട് ആ രാജ്യത്തിൻ്റെ ഭൂരിഭാഗത്തും ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നെതന്യാഹു ഇന്നലെ പറഞ്ഞു, ലെബനീസിനോട് പറഞ്ഞു, ഈ യുദ്ധം നിങ്ങൾക്കെതിരെയുള്ള യുദ്ധമല്ല, നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ വീട്ടുവളപ്പിലും ഞങ്ങളെ കൊല്ലാൻ മിസൈലുകൾ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ചിത്രം കാണിച്ചു, ഒരു വീടിൻ്റെ ഗ്യാരേജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മിസൈൽ ഇസ്രായേലിലേക്കൊക്കെ. ആ ചിത്രം നമ്മൾ ഇതിലൂടെ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്കെതിരെയുള്ള യുദ്ധമല്ല, ഞങ്ങളെ കൊല്ലാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ തകർക്കാനുള്ള യുദ്ധമാണ്. ഒരുപാട് കാലമായി നിങ്ങളെ ഇവർ കവചമായി വെച്ചിരിക്കുകയാണ്. നിങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കയറി, നിങ്ങളുടെ വിശ്രമമുറിയിൽ, നിങ്ങളുടെ ലിവിങ് റൂമിൽ മിസൈൽ വെക്കും, നിങ്ങളുടെ ഗ്യാരേജിൽ റോക്കറ്റ് വെക്കും, ഞങ്ങളെ കൊല്ലാൻ വേണ്ടി. ഞങ്ങൾക്ക് അത് നശിപ്പിച്ചേ പറ്റൂ, ഞങ്ങൾക്കിവിടെ ജീവിക്കണം. എൻ്റെ നാടിനും എൻ്റെ നാട്ടിലെ ജനങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടുവളപ്പിൽ നിങ്ങളെ പരിചയമാക്കി, നിങ്ങളെ കവചമാക്കി വെച്ച്, നിങ്ങളുടെ ഗ്യാരേജിലും നിങ്ങളുടെ വിശ്രമമുറിയിലും നിങ്ങളുടെ ടെറസിലും വെച്ചിരിക്കുന്ന റോക്കറ്റുകളും മിസൈലുകളും ഞങ്ങൾക്ക് നശിപ്പിക്കണം. അതുകൊണ്ട് ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹാംസ് വേ. അതായത് നിങ്ങൾ ഈ ദോഷങ്ങളുടെ, ഉപദ്രവങ്ങളുടെ, പാപങ്ങളുടെ വഴിയിൽ നിന്ന് പുറത്തു പോവുക. ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹാംസ് വേ എന്നാ പറയുക. ഗെറ്റ് ഔട്ട് ഓഫ് ഹാംസ് വേ എന്നാണ് നെതന്യാഹുവിൻ്റെ പ്രസംഗത്തിൽ. നിങ്ങൾ അങ്ങനെ പുറത്തേക്ക് പോകൂ, നിങ്ങളുടെ വീട് വിട്ടു പോകൂ.
നിങ്ങൾ വീട് വിട്ടു പോകാൻ പറയുന്നത് നമ്മുടെ കാശ്മീരിൽ പണ്ഡിറ്റുകളുടെ ഭീകരവാദികൾ പറഞ്ഞ പോലെയല്ല. നെതന്യാഹു പറയുന്നുണ്ട്, നിങ്ങൾ വീട് വിട്ടു പോകൂ, എന്നിട്ട് ഞങ്ങൾ ഇവന്മാരെ തീർത്തു കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ മാറിക്കോ, ഞങ്ങൾ ഭീകരവാദികളാണ് രക്ഷപ്പെടുന്നത്. ഞങ്ങൾ ഭീകരവാദികളെ രക്ഷപ്പെടുന്നത്. അത് നോക്കൂ, ഈ എയർ സ്ട്രൈക്സ് നടക്കുമ്പോൾ 800ഓളം വ്യോമാക്രമണങ്ങൾ ഇന്നലെ ഉച്ചവരെ നടന്നു എന്ന് നമ്മൾ ഇന്നലെ ഉച്ച കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത വീഡിയോ പറഞ്ഞു. എനിക്കൊന്ന് മലയാളത്തിൽ ആദ്യമായിട്ട് ലെബനോണിലേക്ക് ഇസ്രായേലിൻ്റെ വലിയ ആക്രമണം വരുന്നു, കരയുദ്ധത്തിന് വരെ തയ്യാറാണെന്ന് ഇസ്രായേൽ എയർ മാർഷൽ പറഞ്ഞു എന്നൊക്കെ നമ്മളാണ് ആദ്യം ലോകത്തോട് വിളിച്ച് പറഞ്ഞത്. നമ്മുടെ ആ വീഡിയോ വലിയ ഹിറ്റാണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ ആക്രമണം നടക്കുന്നത്. ഇപ്പോൾ 500ഓളം പേർ മരിച്ചു കഴിഞ്ഞു, 1675 പേർക്കോ മറ്റോ പരിക്കുണ്ട്, അത് ഇനിയും കൂടാം. അപ്പോൾ പേജർ ആക്രമണത്തിലും ആയിരക്കണക്കിന് ആൾക്ക് പരിക്കേറ്റു, നൂറുകണക്കിന് ആൾ കൊല്ലപ്പെട്ടു. അപ്പം ലെബനോണിൽ വലിയ ആക്രമണം നടക്കുകയാണ്. അതിന് കാരണമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ദോഷങ്ങളുടെ വഴിയിൽ നിന്ന് മാറി നിൽക്കും, ഞങ്ങൾ എന്തു ചെയ്യാം, നിങ്ങൾക്ക് ഭവനങ്ങൾ തിരിച്ചു തരാം, ഇവരെ കീഴടക്കിയിട്ട്, ഇവരെ തോൽപ്പിച്ചിട്ട്, ഇവരെ ഉന്മൂലനം ചെയ്തിട്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതം അപായപ്പെടുത്താൻ വേണ്ടുന്ന ഒന്നും ചെയ്യരുത്, നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങളെ പരിചയമാക്കാൻ ഭീകരരെ അനുവദിക്കരുത്, നിങ്ങൾക്ക് രക്ഷ ഞങ്ങൾ ഒരുക്കിത്തരാം, നിങ്ങൾ ഈ തൽക്കാലം മാറി നിൽക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആക്രമണം നടക്കുന്നത്. അതിനു മുമ്പ്, ഈ എയർ സ്ട്രൈക്സിന് നടക്കുന്നതിന് മുമ്പ് ഏതാണ്ട് 60,000-ഓളം ലെബനോൺകാരുടെ ഫോണുകളിലേക്ക് ഓട്ടോമാറ്റഡ് സന്ദേശങ്ങൾ ചെയ്തു. ഫോൺ റിങ് ചെയ്യും, ഫോൺ എടുക്കുമ്പോൾ പറയുന്നു, ഞങ്ങൾ യുദ്ധം നടത്താൻ പോവുകയാണ്, ആക്രമിക്കാൻ പോവുകയാണ്, നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറഞ്ഞു. അത് ഒന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരമാവധി കാഷ്വാലിറ്റീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ്. രണ്ടാമതൊരു സൈക്കോളജിക്കൽ അറ്റാക്ക് കൂടിയാണ്. ആക്രമണം വരുന്നത് ഭയചകിതരാണ് ജനങ്ങൾ ഓടിപ്പോവുകയാണ്. കാരണം അവരുടെ എന്തായാലും കൊല്ലും, ഭീകരർ കൊല്ലും, ഹിസ്ബുള്ള ഭീകരർ ഈ ആളുകളെയൊക്കെ ബന്ദിയാക്കി അവരെ ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് കവചം. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് മിസൈൽ വെക്കാൻ സമ്മതിക്കുമോ? ഇല്ല, ഗതികേട് കൊണ്ടാണ്, പേടിച്ചിട്ടാണ്. അങ്ങനെയുള്ള മനുഷ്യരോട് പറയുകയാണ്, മുന്നറിയിപ്പ് കൊടുക്കുക. നോക്കൂ, ഒരു യുദ്ധവും ലോകത്ത് ഇങ്ങനെ ആരും ഒരു ക്ലീൻ വാർ ചെയ്തിട്ടില്ല. യുദ്ധം വരുന്നതിന് മുമ്പ് ഓരോ പൗരന്മാർക്കും മുന്നറിയിപ്പ് ടെലഫോണിൽ ഓട്ടോമാറ്റഡ് കോളുകൾ എന്നിട്ട് പറഞ്ഞു, യുദ്ധം വരികയാണ്, നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറഞ്ഞു. അവിടുത്തെ മന്ത്രിമാർക്ക് വരെ ചെന്നു. അവിടുത്തെ സാംസ്കാരിക മന്ത്രിക്ക്, ഇൻഫർമേഷൻ മന്ത്രിക്കൊക്കെ ഫോണിൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ്, വീട് വിട്ടു പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷമാണ് വ്യോമാക്രമണം തുടങ്ങിയത്. വേണ്ടി വന്നാൽ കരയുദ്ധവും നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇസ്രായേലിൻ്റെ വടക്കൻ ഭാഗത്തേക്കാണ് നിരന്തരം ഈ ലെബനോൺ ഭീകരർ, ഹിസ്ബുള്ള ഭീകരർ റോക്കറ്റ് ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ അവിടുത്തെ ആളുകളെ മുഴുവൻ ഇവാക്വേറ്റ് ചെയ്തിരിക്കുക, അവരെയൊക്കെ മുഴുവൻ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ അവരെ എന്നും അങ്ങനെ മാറ്റി താമസിപ്പിക്കാൻ പറ്റില്ല. ഇസ്രായേലിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാകും. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ അഭയാർത്ഥികളായിട്ട് ക്യാമ്പുകളിൽ കഴിയുകയാണ്, ഇതെന്ത് സർക്കാരാണ്, ഞങ്ങൾക്ക് സുരക്ഷ ഒരുക്കുമെന്ന് ഇസ്രായേലി ജനത ഇസ്രായേലിനോട് ആവശ്യപ്പെടുമ്പോൾ സർക്കാർ പ്രതിരോധത്തിലാവും. അതുകൊണ്ട് ഇവരെ കൊണ്ട് വടക്കൻ പ്രദേശത്ത് വീണ്ടും അവരുടെ വീടുകളിൽ താമസിപ്പിക്കണം ഇസ്രായേലികളെ. അതിനെന്ത് വേണം? വടക്കൻ ഭാഗത്തേക്ക് ആക്രമണം നടത്തുന്ന ആളുകളുടെ കൈയും കാലും പറ്റിയ തലയും വെട്ടിക്കളയണം. അതിനുള്ള ആക്രമണം അവിടെ സാനിറ്റൈസ് ചെയ്യുകയാണ്. സാനിറ്റൈസ് ചെയ്യുന്നത് വെച്ചാൽ കൃമികളെ, കീടങ്ങളെ, അണുക്കളെയൊക്കെ നശിപ്പിക്കുന്ന, ബാക്ടീരിയയൊക്കെ നശിപ്പിക്കുന്ന പ്രക്രിയയാണ് സാനിറ്റൈസ്. യുദ്ധത്തിൽ സാനിറ്റൈസ് എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള എല്ലാ മാർഗവും ഇസ്രായേൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ഗസ കഴിഞ്ഞ്, വെസ്റ്റ് ബാങ്ക് കഴിഞ്ഞ് തൊട്ടടുത്ത രാജ്യമായ ലെബനിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് മറ്റവന്മാരുണ്ടല്ലോ, ഹൂത്തി, അനക്കം കേൾക്കുന്നില്ലല്ലോ, ഹമാസിൻ്റെ വിവരം കേൾക്കുന്നില്ല. ഹമാസിൻ്റെ ഒരു വർത്തമാനമുണ്ട്, അത് നമുക്ക് തൊട്ട് മുന്നിൽ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഹമാസിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു വിവരമുണ്ട്, നമ്മുടെ പക്കലുണ്ട്, അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏതായാലും യുദ്ധം അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. ഈ ജൂലൈ മാസത്തിലാണ് നമ്മൾ ഈ ഹനീയ എന്ന് പറയുന്ന ഹമാസ് തലവൻ്റെ ഇറാനിൽ കൊല്ലപ്പെട്ടത് ജൂലൈ മാസത്തിലാണ്. ഇറാൻ്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള ഫൗദ് ഷുക്കൂറിനെ ജൂലൈയിൽ കൊന്നിരുന്നു. പക്ഷേ നമ്മൾ ഈ ഹമാസിനെയാണ് എല്ലാവരും ഇങ്ങനെ കേരളത്തിൽ കൂടുതൽ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയെക്കുറിച്ച് അധികം പ്രോത്സാഹനമൊന്നും കൊടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ തലവനായിരുന്ന ഫൗദ് ഷുക്കൂറിൻ്റെ ഈ കൊലപാതകം വലിയ വാർത്തയൊന്നും ആയില്ല, ചെറിയ വാർത്തയായിട്ട് പോയി. പക്ഷേ അതിനുശേഷമാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങൾ കൂട്ടിയത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അവർക്ക് മുന്നോട്ടും പിന്നോട്ടുമില്ല. അവരെ സംബന്ധിച്ച് അടി കൊടുത്ത് ഒതുക്കുക എന്നുള്ളതാണ്, എനിക്ക് തോന്നുന്നത് അടിച്ചു തീർക്കുക എന്നുള്ളതാണ്. ലെബനോണിൻ്റെ കുറേ ഭാഗങ്ങൾ കൂടി പഴയ വിശുദ്ധ നാട്, ബൈബിളിൽ പറയുന്ന ആ സോളമൻ രാജാവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ആ വിശേഷ ഭൂവിഭാഗം ഒരുപക്ഷെ ഭൂപടത്തിൽ വീണ്ടും വെളിയുമായിരിക്കും. ലെബനോൺ കീഴടക്കി ഇസ്രായേൽ തങ്ങളുടെ കൂടെ ചേർക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കാരണം ഇതിനു മുമ്പ് സിനായി ആണെങ്കിലും, ഗലീലി ആണെങ്കിലും, ഗോലാൻ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ആക്രമിച്ച് തങ്ങളുടെ കൂടെ ചേർത്ത ചരിത്രമേ ഇസ്രായേലിനുള്ളൂ. പക്ഷേ അതിനകത്തൊരു നീതീകരണമുണ്ട്. കാരണം ഇസ്രായേൽ അങ്ങോട്ടൊരിക്കലും പോയിട്ടില്ല.
അവർക്ക് മേൽ വന്ന് ആക്രമിച്ചു. അവർ പ്രതിരോധിക്കുകയാണ്. പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഇങ്ങോട്ട് വന്നവരെ ചെറുത്ത് തള്ളി അവരുടെ സ്ഥലത്തേക്ക് മാറ്റി അവിടെ നിന്ന് പരമാവധി അകലത്തേക്ക് തള്ളി മാറ്റുകയാണ്. അപ്പോൾ അവരുടെ കുറേ ഭൂമി കിട്ടും. ഞങ്ങൾ യുദ്ധം ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾ വന്ന് ഞങ്ങളുടെ മെക്കിട്ട് കയറി, ഞങ്ങൾക്ക് ആൾനാശം ഉണ്ടായി, ഞങ്ങൾക്ക് പണനഷ്ടം ഉണ്ടായി, ഞങ്ങൾക്ക് സൈനിക ഉപകരണങ്ങളുടെ നഷ്ടമുണ്ടായി, അതാര് തരും? നീ വന്ന് യുദ്ധം ചെയ്തിട്ട് തോറ്റുപോയാൽ ഞങ്ങൾക്കുണ്ടായ നഷ്ടം എവിടെ നടത്തും? അതുകൊണ്ട് നിൻ്റെ ഭൂമി ഇനി എൻ്റെ. അതാണ് യുദ്ധത്തിലെ യഥാർത്ഥ നീതി. ജയിക്കുന്നവൻ്റെ ഭാഗത്താണ് ന്യായം, അല്ലേ? ജയിക്കുന്നവൻ്റെ ഭാഗത്താണ് ന്യായം. പ്രത്യേകിച്ച് വെറുതെ ഇരിക്കുന്ന ഒരാളെ വന്ന് ചൊറിഞ്ഞ് അടി മേടിച്ച് അവസാനം അവന് ഉണ്ടായ നഷ്ടം ആരും കൊടുക്കും? ഞാൻ തോറ്റു കേട്ടോ സാറേ, ഞാൻ തോറ്റു, എന്നെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ തിരുന്നതല്ല കാഷ്വാലിറ്റീസ്. അതുകൊണ്ട് ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ അതിരുകൾ കൂടുതൽ വിശാലമാവുകയാണ്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് ഇസ്രയേലിൻ്റെ അതിരുകൾ കൂടുതൽ വിശാലമാവട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമി അത് സഫലീകരിക്കട്ടെ. ഈ ലോകത്ത് സമാധാനത്തിൻ്റെ ഒലീവ് ചില്ലകൾ പൂത്തുലയണമെങ്കിൽ ഇസ്രയേൽ ജയിക്കണം. ഇസ്രയേൽ ജയിച്ചേ പറ്റുള്ളൂ. ഈ യുദ്ധത്തിൽ ഇസ്രയേലിൻ്റെ വിജയം ദൈവനിശ്ചയമാണ്. അതുകൊണ്ട് ദേവദാരു മരത്തിൻ്റെ നാടായ മധ്യേഷ്യയിലെ ക്രിസ്ത്യാനികളുടെ അവസാനത്തെ അഭയസ്ഥാനമായിരുന്നു ലെബനോൺ. അവിടെയാണ് ക്രിസ്ത്യാനികൾ അവിടെ നിന്നും വൈപ്പ് ഔട്ട് ചെയ്തു. ക്രിസ്ത്യാനികളുണ്ട്, പക്ഷേ അടിമകളെപ്പോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ കീഴ്ജാതിക്കാരായി കീഴ്പ്പെട്ട് കഴിയുന്ന ഒരു ജനതയായിട്ടാണ് ആ നാടിൻ്റെ യഥാർത്ഥ ഉടമകളായ ലെബനീസ് ഇന്ന് ജീവിക്കുന്നത്. സിറിയയിലും അത് തന്നെയാണ്, ജോർദാനിലും അങ്ങനെ തന്നെയാണ്. ജോർദാനൊക്കെ നോക്കൂ, ബൈബിൾ എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന് സിറിയ ഇല്ലാതെ, ലെബനോൺ ഇല്ലാതെ, ജെറുസലേം ഇല്ലാതെ, ജോർദാൻ ഇല്ലാതെ ഒരു ചരിത്രമില്ല. പക്ഷേ ആ ചരിത്രം മുഴുവൻ ഇന്ന് പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം അധിനിവേശ ശക്തികൾ കടന്നു കയറി വന്നവർ, മതം മാറി വന്നവർ ആ രാജ്യത്തെ സംസ്കാരത്തെ, അവിടുത്തെ യഥാർത്ഥ ജനതയെ ഉന്മൂലനം ചെയ്തു. അതിനെതിരെയുള്ള പോരാട്ടം കൂടിയാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ജയ് ഇസ്രയേൽ എന്നാണ്. ഐ ലവ് ഇസ്രയേൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.